ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ സോളിൽ നിന്നുള്ള മെസ്സേജാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ആത്മാവിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ സോള് എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹം എന്താണ്. അപ്പോൾ ഈ ഒരു റീഡിങ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോഴായിരിക്കും ആ ഒരു മെസ്സേജ് നിങ്ങൾ കാണേണ്ട സമയം. അപ്പം നമുക്ക് നോക്കാം. ലിവിങ് ദിസ് വേൾഡ് ആസ് എ ഡ്രീമറാണ്. ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ്. ഫോളോ റിവിഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു സ്വപ്നാടകനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂല. നമ്മളുടെ മുന്നിലുള്ള ഒരു കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ സീരിയസ് ആകേണ്ട കാര്യങ്ങളിൽ മാത്രം സീരിയസ് ആകുക, അല്ലാത്ത കാര്യങ്ങൾ പലതും വിട്ടുകളയുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ പാരഡൈസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം സ്വർഗമാക്കാനും നരകമാക്കാനും നമുക്ക് തന്നെ പറ്റും. അത് നമ്മളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആഘോഷമാക്കാൻ ശ്രമിക്കുക. നമ്മൾ ശരിക്കും മസിൽ പിടിച്ചിരുന്നാൽ, അല്ലെങ്കിൽ നമ്മളൊന്നും കുറേ ആൾക്കാർ ചിരിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ചിരിക്കാൻ പേടിയാണ്. അപ്പോൾ ചിരിച്ചാൽ കരയുമെന്ന് പേടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സന്തോഷിച്ചാൽ ഉടനെ ദുഃഖം ഉണ്ടാകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. ഇപ്പം നമ്മൾ ദുഃഖം ഉണ്ടാകുമെന്ന് കരുതി ഒരിക്കലും സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നമ്മളുടെ മുന്നിലുള്ള സാധ്യതകളെ നമ്മൾ കാണുക. സന്തോഷിക്കാനുള്ള ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കുക. ആഘോഷിക്കാനുള്ള ഓരോ നിമിഷവും നമ്മൾ ആഘോഷിക്കുക. നമ്മൾ തന്നെ നമ്മളുടെ ആ ഒരു പാരഡൈസ്, സ്വർഗം നമ്മൾ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിൽ ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ് ആണ്. നമ്മളുടെ ഉള്ളിൽ ഉള്ള ഈഗോ ശരിക്കും അത് ഇല്ലാതാക്കി കളയണം. സീറോ ഈഗോയിലിരിക്കണം എന്നുള്ളതാണ്. നമ്മളായിരിക്കാൻ ശ്രമിക്കണം. നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. എന്ത് വന്നാലും നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ള അത്രയും ഒരു കോൺഫിഡൻസിൽ ജീവിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ ഇനി മുഴുവൻ നമുക്ക് സന്തോഷമാണ്. ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് സന്തോഷമായിരിക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എന്ത് വന്നാലും നേരിടാൻ പറ്റണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ബ്രേവ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു സാക്ഷിഭാവത്തിൽ ഈ ഓരോ പ്രശ്നങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു പ്രശ്നം വരുമ്പം അതിൽ ആണ്ടുപോയി അതിൽ പിന്നെ മുങ്ങി കുളിക്കാതിരിക്കുക. ഏത് പ്രശ്നം വരണതിനും അതിനൊരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒന്ന് കാണാതെ ഒന്ന് ചെയ്യൂല എന്ന് പറയുന്ന പോലെ ഇതെല്ലാം വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ചില നഷ്ടപ്പെടലുകളൊക്കെയും വേറെ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അത്രയും ബ്രേവ് ആയിരിക്കണം. എന്തിനേയും നമുക്ക് നേരിടാൻ പറ്റണം എന്നുള്ളതാണ് ഈ സമയം സോള് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ വിഷനെ ഫോളോ ചെയ്യാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷൻ ക്ലിയർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സോള് ആഗ്രഹിക്കുന്നത് ശരിക്കും കാമായിട്ടിരിക്കാനാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ വിഷൻ എന്താണ്, നമ്മൾ എന്താണ് ആയിത്തീരേണ്ടത്. ഇതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ ശ്രമിക്കണം.
അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യം, ആ സോളിൻ്റെ പർപ്പസ് അറിയാൻ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും നമ്മളിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് പലരും പല സമയങ്ങളിലും ജീവിക്കുന്നത്. കാരണം നമ്മളെന്ന് പറയുന്ന ഒരു നമ്മുടെ സോളിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നമുക്ക് തീരെ സമയമില്ല എന്നുള്ളതാണ്. നമ്മളത് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നോക്കാം, സ്ക്വയറൽ ആൻഡ് ചെസ്നട്ടാണ്. ഇതൊരു പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മളെ ഒരുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓരോ സംഭവങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ വേറൊരു തലത്തിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ നമ്മളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സ്ഥായിയായി നിൽക്കുന്ന ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഈ വന്ന ഓരോ കാര്യങ്ങളും മാറിപ്പോകും. പക്ഷേ നമ്മളെ തന്നെ എന്ത് വന്നാലും, ഇപ്പം നല്ല എക്സ്പീരിയൻസും മോശം എക്സ്പീരിയൻസും നമ്മളുടെ ജീവിതത്തിൽ വരും. എന്ത് വന്നാലും നമ്മളത് അതിൻ്റെ ഒരു തലത്തിൽ മാത്രം കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ സന്തോഷം വരുമ്പം ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നമുക്കിനി എപ്പോഴും സന്തോഷമാണെന്ന് വിചാരിക്കാതിരിക്കുക. സെയിം നമ്മൾ ദുഃഖം വന്നാലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക, എന്നും എനിക്കിതാണ് എന്നുള്ളതല്ല. ഇതിലെല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് മാർട്ടിൻ ആൻഡ് ഫോക്സ്ക്ലോവ് ആണ്, മിസ്റ്റീഫ്. ഇപ്പോൾ പലപ്പോഴും നമുക്കൊരു നിർഭാഗ്യമുള്ള ആൾക്കാരാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നമ്മളുടെ ദൗർഭാഗ്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മളുടെ ഭാഗ്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമുക്ക് എന്തെല്ലാം നന്മകൾ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനെ കാണാൻ ശ്രമിക്കുക. നമ്മളുടെ നന്മകളെ കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ഭാഗ്യത്തെ കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ആരോഗ്യവും നമുക്ക് തന്നിട്ടുള്ള കഴിവുകളും നന്മകളും ഒക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഡക്ക് ആൻഡ് ക്രിസാന്തമാണ് ലക്ക്. നിങ്ങൾക്ക് ലക്കുള്ള ആൾക്കാരാണ് എന്നാണ്. ധാരാളം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്, പാസ്റ്റിലും ഉണ്ടായിട്ടുണ്ട്, ഇനി നാളെയും ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗ്യം അതിനെപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കാനാണ്. എല്ലാ സമയവും നമ്മൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ തന്ന നന്മകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സോൾ ഇപ്പോൾ പറയുന്നത്. എൻവിയാണ് ഇതിൽ. ഇപ്പോൾ എല്ലാ ആൾക്കാരും, നമ്മളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും, നമ്മളെ അടുത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരും, നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാ ആൾക്കാരും, അത് എല്ലാവരും തന്നെ നമ്മളോട് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക. എപ്പോഴും മറ്റുള്ളവർ പറയുന്ന നല്ല വാക്കുകളിൽ നമ്മൾ ആണ്ട് പോകാതിരിക്കുക. നമ്മളായി തന്നെ നിലനിൽക്കണം. നമുക്ക് മനസ്സിലാകും ഒരാൾ നമ്മളെ സോപ്പിടാൻ പറയുന്നതാണോ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ പല ആൾക്കാർക്കും, ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കാകട്ടെ ഒക്കെയും നിങ്ങളോട് ചിലപ്പം പലതരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിരിക്കാം, ശത്രുത ഉണ്ടായിരിക്കാം. പക്ഷേ തിരിച്ച് ആ ഒരു ശത്രുത നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ. നിങ്ങളുടെ ഭാഗ്യത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ, നിങ്ങളുടെ പ്ലാനിങ്സിനെ കുറിച്ച് നിങ്ങൾ പറയാൻ. കാരണം മറ്റുള്ളവരുടെ എനർജി, നിങ്ങൾക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു കാര്യം വരുന്നത് നിങ്ങൾ അനൗൺസ് ചെയ്ത് കഴിയുമ്പം ഈ ചുറ്റുമുള്ള എൻവിയസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരപ്പം തന്നെ ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. ഇതൊന്നും നടക്കാൻ പോകണില്ല എന്ന് ഒരു 5 പേര് ഒരേ സമയം ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് കുറേ ബ്ലോക്കേജസ് ഉണ്ടാകും. അത് നടക്കുമായിരിക്കാം, പക്ഷേ നിങ്ങൾ ആ നടക്കുമെന്ന് വിചാരിക്കുന്ന ആ ഫ്ലോ അങ്ങ് പോകും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അഡ്ജസ്റ്റൻ്റ് പോസിബിലിറ്റീസ് ആണ്. ധാരാളം വാതിലുകളാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സാധ്യതകളെ കാണുന്നില്ല എന്ന് മാത്രമാണ്. നിങ്ങളത് കണ്ടാൽ മതി. നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിൽ, ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മുന്നിലുള്ള വാതിലുകൾ, ആ തുറന്നു കിടക്കുന്ന വാതിലുകൾ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളിലുള്ള നന്മകൾ കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സമയം
നിങ്ങളോട് നിങ്ങളുടെ സോളിന് പറയാനുള്ളത്. അപ്പം നമുക്ക് എത്രമാത്രം വിഷമങ്ങളും പ്രശ്നങ്ങളും തന്നിട്ടുണ്ടോ അത്രയും തന്നെ നന്മകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ നിങ്ങൾ പ്രാർത്ഥനകൾ ഒരിക്കലും മാറ്റി വയ്ക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മ വരാൻ ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും എന്നെയും ഉൾപ്പെടുത്തുക. നിങ്ങൾ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. എന്നും അങ്ങനെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.